പരിക്കേറ്റവരിൽ കൂടുതലും ഇപ്പോൾ LNGP ആശുപത്രിയിലാണ്. റെയിൽവേ ധനസഹായമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ അതോടൊപ്പം തന്നെ പ്രതിപക്ഷം രാഹുൽ ഗാന്ധി അടക്കം കടുത്ത വിമർശനം ഉന്നയിക്കുന്നുമുണ്ട്. ഇതിന്റെ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചുവെന്ന്. തീർച്ചയായിട്ടും പരിക്കേറ്റവരിൽ കൂടുതൽ പേരും LNGP ആശുപത്രിയിലാണ്. കുറച്ചുപേർ ലേഡി ഹാർഡിംഗ് ആശുപത്രിയിലുമുണ്ട്. ഈ മരിച്ചവരുടെ മൃതശരീരങ്ങളും സൂക്ഷിച്ചിരിക്കുന്നത് ഈ രണ്ട് ആശുപത്രിയിൽ തന്നെയാണ്. അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വൈകാതെ തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നുള്ള കാര്യം കൂടിയാണ് അറിയിച്ചിരിക്കുന്നത്. ഈ മരിച്ചവർ ഹരിയാനയിൽ നിന്നുള്ള ഒരാളുണ്ട്. ബാക്കിയുള്ളവർ ഡൽഹി സ്വദേശികളും ബീഹാർ സ്വദേശികളുമാണ്. നേരത്തെ പറഞ്ഞതിൽ ഈ മരിച്ചവർ എല്ലാവരും കുംഭമേളയ്ക്ക് പോകാൻ വേണ്ടി നിന്നവരല്ല. കുറച്ചു പേർ ബീഹാറിലേക്ക് സ്വന്തം സ്വദേശത്തേക്ക് വീട്ടിലേക്ക് ട്രെയിൻ കയറാൻ വേണ്ടി കാത്തുനിന്നവരടക്കം ഉണ്ടായിരുന്നു. ഈ 18 പേരിൽ 14 പേർ സ്ത്രീകളാണ്, 3 കുട്ടികളുണ്ട്, ഒരു യുവാവ് കൂടിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. പരിക്കേറ്റ 50 പേരാണ്. അതിൽ 35 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു. അവരെ കൃത്യമായിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പുരോഗതി ഉണ്ടാകുമെന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഉണ്ടാകിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ അടുത്ത കുറച്ച് മണിക്കൂറുകൾ കൂടി ഇവരെ കൃത്യമായി നിരീക്ഷണത്തിൽ വെക്കാതെ മറ്റൊരു കാര്യവും പറയാൻ പറ്റില്ല. ഏകദേശം 15 ആളുകളുടെ അവസ്ഥ പക്ഷേ കുറച്ചുകൂടി ബെറ്ററാണ്, നല്ലതാണ്, സാരമല്ല പരിക്ക്. അവർക്ക് അടുത്ത മണിക്കൂറുകളിൽ ഡിസ്ചാർജ് ചെയ്ത് പോകാമെന്നുള്ള കാര്യം കൂടി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഈ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയാണ് റെയിൽവേ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാരമായി പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ, 2.5 ലക്ഷം രൂപ, നിസാര പരിക്കുകളുള്ളവർക്ക് 1 ലക്ഷം രൂപ, ഇങ്ങനെയാണ് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷെ നോക്കൂ, ഈ ഇത്ര വലിയൊരു അനാസ്ഥ റെയിൽവേയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു. അതിനെ ചെറുക്കാൻ വേണ്ടി അവർ ചെയ്ത 2 കാര്യങ്ങൾ. ഒന്ന്, 4 ട്രെയിനുകൾ പ്രത്യേകമായിട്ട് ഈ തിരക്ക് നിയന്ത്രിക്കാൻ ഇന്നലെ രാത്രി തന്നെ ഇവിടുന്ന്, അത് മെമു ട്രെയിനുകൾ കൂടിയായിരുന്നു. കാരണം ഇത് അറിയാഞ്ഞിട്ടല്ല, ഈ അറിയാമായിരുന്ന കാര്യമാണ്. കാരണം ഈ അധിക ട്രെയിനുകൾ അത് ഏർപ്പെടുത്തുമ്പോൾ തന്നെ അവിടുത്തെ ഒരു സ്ഥിതി ഇവർക്ക് തന്നെ ഈ സംവിധാനങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ടായിട്ട് നമുക്കറിയാം. ഒരു ക്രൗഡ് മാനേജ്മെന്റ്, ഒരു സ്റ്റാമ്പേഡിനെ സംബന്ധിച്ചോളം സ്റ്റാമ്പേഡ് മുന്നിൽ കാണണം. അതാണ് ഈ മാനേജ്മെന്റിന്റെ ഒരു രീതി. അത്തരം സാഹചര്യങ്ങൾ മുന്നിൽ കാണണം. പ്രത്യേകിച്ച് ഡൽഹി പോലെ ഉള്ള ഒരു സ്ഥലത്ത് സൈനിക വിഭാഗങ്ങളെ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങളെയൊക്കെ കിട്ടുക വളരെ എളുപ്പമാണ്. സ്വിച്ചിട്ടതുപോലെ ഏർപ്പെടുത്താൻ കഴിയും. അപ്പോൾ അതൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ അങ്ങേയറ്റത്തെ അനാസ്ഥ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ സംഭവം. തീർച്ചയായിട്ടും ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല. 1500 ഈ ജനറൽ ടിക്കറ്റ് കൊടുത്തത് ആരും അറിയാഞ്ഞിട്ടില്ല. അതിനപ്പുറത്തേക്ക് സ്ലീപ്പർ ടിക്കറ്റുകളും റിസർവ്ഡ് ടിക്കറ്റും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഒന്നിച്ച് ഈ പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തും. ഇത്തരത്തിലൊരു ട്രെയിൻ പെട്ടെന്ന് പ്രഖ്യാപിച്ചാൽ, 14ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പ്രഖ്യാപിച്ചാൽ നോക്കണം, 12, 13, 14, 15, 16 ഇതെല്ലാം ഒരേ റൂട്ടുകളിലേക്ക് പോകുന്ന ട്രെയിനുകൾ വരുന്ന പ്ലാറ്റ്ഫോമുകളാണ്. ഇവരെല്ലാവരും ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് ഒത്തുകൂടുമെന്നുള്ള കാര്യം അവിടെ കൃത്യമായിട്ട് അറിയാം. അത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ ആ തിരക്ക് നിയന്ത്രിക്കാൻ ഇവിടെ റെയിൽവേ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല. പിന്നാലെ ഈ തിരക്കുണ്ടായി, ഈ അപകടമുണ്ടായതിനു ശേഷം ഇവിടെ എത്തിയത് NDRF, റെയിൽവേ പോലീസ്, ഡൽഹി പോലീസ്, അഗ്നിശമന സേനയുടെ 4 സംഘങ്ങൾ. ഇതെല്ലാം 8 മണിക്ക് ഇവിടെ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ ജീവനുകൾ നഷ്ടപ്പെടാതെ നമുക്ക് രക്ഷപ്പെടുത്താം ആയിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. അതിനപ്പുറത്തേക്കൊരു ഉന്നത സമിതി അന്വേഷണം വെച്ചിട്ടുണ്ട്, 2 അംഗ സമിതിയുടെ. പക്ഷേ ഇതെല്ലാം എന്ത് നേടാൻ വേണ്ടിയാണ്? അന്വേഷണം പൂർത്തിയാകട്ടെ, അതിനുശേഷം കാരണക്കാരെ ശിക്ഷിക്കുമെന്നുള്ള കാര്യമാണ് റെയിൽവേ മന്ത്രാലയം പറയുന്നത്. പക്ഷേ ആഭ്യന്തരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. റെയിൽവേ മന്ത്രാലയത്തിന് സംഭവിച്ച വീഴ്ചയാണ്. അതവർ സമ്മതിക്കുക തന്നെ വേണം. കാരണം 16 പ്ലാറ്റ്ഫോമുകളുണ്ട്, തിരക്ക് നിയന്ത്രിക്കാനുള്ള സജ്ജീകരണങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഇതുവരെ റെയിൽവേ നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് അശ്വിനി വൈഷ്ണവ് അറിയിക്കുന്നുണ്ട്.